ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സൗദി അറേബ്യയിൽ ജിദ്ദയിലെ ആ, ബലദിലാണുള്ളത്. അതായത് ഹിസ്റ്റോറിക്കൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ആ, ഒരുപാട് വിദേശികളൊക്കെ വന്ന് കണ്ടുപോകുന്ന ഒരു ഏരിയ ആണ്. 2030 മിഷന്റെ ഭാഗമായിട്ട് ഇത് ഇപ്പോഴും ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ ആൾക്കാർ താമസിച്ച കെട്ടിടങ്ങളൊക്കെയാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ആ വീഡിയോയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. വീഡിയോ കാണാം. ചെറിയൊരു ഗല്ലിയിലോട്ടാണ് നമ്മൾ കയറിപ്പോകുന്ന ഫസ്റ്റ്. ഇവിടെ ഈ ചെടികളും ഒക്കെ നട്ടിട്ടുണ്ട്, ഒരുതരം വള്ളി പോലുള്ള ചെടികളൊക്കെ. ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഇത് രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളൊക്കെയാണ്. പുരാവസ്തു എന്ന രീതിയിൽ പഴയകാല ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓരോരോ കെട്ടിടങ്ങൾ. ഇതുണ്ട് സൈഡിലൊക്കെ തടിയുടെയൊക്കെ ഇതുണ്ട്. ഇതൊരു ചെറിയൊരു മ്യൂസിയമാണ്. ഇത് ലോക്കാണ്, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇത് ലോക്കാക്കി വെച്ചേക്കുക. അകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേന് ഇവിടെ എന്താ എംബ്രോയ്ഡറി ഒക്കെ വർക്ക് പോലെയൊക്കെ ഒരു ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് വർഷമുള്ള പഴക്കമുള്ള മരമാണ്. ഇത് ചെറിയൊരു ഗല്ലിയാണ്. ഈ മെയിനായിട്ടും ഇതിൻ്റെ ഈ ബിൽഡിങ്ങുകളുടെ ബാൽക്കണികൾ, ഡോറുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊത്തുപണികൾ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയ രീതിയിലുള്ള കൊത്തുപണികളൊക്കെ 2030 മിഷൻ്റെ ഭാഗമായിട്ട് ഇത് ഹിസ്റ്റോറിക്കൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇത് കണ്ട് പഴയ ഇത് ആൾക്കാരൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ, ഏതാ സുഗന്ധദ്രവ്യങ്ങളൊക്കെ. ഫുള്ള് ഗല്ലി കൂടെ വേണം ഇങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട്. ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ലെങ്ത് കൂടുന്നതിന് ഞാൻ ഷോർട്ടാക്കിയതാണ്. ഇത് തടിയുടെ പരിപാടിയാണ്. തടി കൊണ്ട് പേരൊക്കെ എഴുതുന്ന രീതിയിൽ തടി ചെറിയ പീസുകളാക്കിയിട്ട് അത് നമുക്ക് നമ്മുടെ പേരിൻ്റെ അനുസരിച്ച് ഇട്ടിട്ട് കൊടുത്താൽ മതി. ഒരുപാട് പേരുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളൊക്കെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ചെറിയ പീസ് തടികളാണ്. അത് അവിടെ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ അനുസരിച്ച് കുത്തി കുത്തി കൊടുക്കുക. ആ പഴയ ഇരുന്ന തടി താഴേക്ക് വീഴും. എന്താ അവർ അത് ചെയ്യുന്നുണ്ടോ. അത് ദൂരെ നിന്ന് നോക്കിയാലേ അതിൻ്റെ മനസ്സിലാകത്തുള്ളൂ ഏത് ലെറ്ററാണെന്നൊക്കെ. എന്നും ചെയ്യുന്നവർക്ക് ഇതൊരു സെറ്റപ്പ് തന്നെയായിരിക്കും. നിത്യത്തൊഴിൽ അഭ്യാസി ആനയെ പൊക്കും എന്നൊക്കെ പറഞ്ഞ പോലെ. അതുകൊണ്ട് അതൊക്കെ പഴയ കെട്ടിടത്തിൻ്റെ കഥ ഒക്കെ ആയിരിക്കുന്നത്. ഇവർ ചെയ്തു വരുമ്പോൾ നല്ല രസമായിരിക്കും, പേരൊക്കെ എഴുതി വരുമ്പോൾ. ഒത്തിരി പേര് വന്ന് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്യും. അവരത് ലവ് ചിഹ്നം ഏതാണ്ട് കൊണ്ടുവരുന്നു. പിന്നെയുള്ളത് വേണ്ടി ഇതാണ് മ്യൂസിയം. ഇത് പഴയ ആൾക്കാരൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളും സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് പഴയ കെട്ടിടമാണ്. ഇത് കണ്ട കൊത്തുപണിയൊക്കെ കണ്ട മേളത്തെ പഴയ കെട്ടിടമാണ്. ഉള്ളു തറയിലെല്ലാം നമ്മുടെ വെട്ടുകല്ല് പോലത്തെ അതിലും കട്ടി കൂടിയ കല്ലൊക്കെയാണ് ഭാഗിക്കുന്നത്. ഇത് കണ്ട ഓരോ ലിപികളൊക്കെ ഓരോ എഴുത്തൊക്കെയാണ്. പക്ഷേ
അറബി അറിയാത്തതുകൊണ്ട് ഒന്നും വായിക്കുന്നില്ല. അതുകൊണ്ട് ഓരോരോ കല്ലുകളാണ്, പഴയ കുഴിച്ചെടുത്ത കല്ലുകളൊക്കെ. പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ പഴയകാല പാത്രങ്ങളും അവശിഷ്ടങ്ങളൊക്കെ, ഉപയോഗിച്ച ഗ്ലാസ്, പാത്രം, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കുഴിച്ചെടുത്ത. ഇത് കണ്ടോ, പഴയ പാത്രങ്ങളും നാണയം, അങ്ങനെ. ഇതും പാത്രങ്ങളൊക്കെ, പാത്രം, ചെറിയ കോപ്പ, ചെറിയ കറിപ്പാത്രം പോലുള്ള സംഭവങ്ങളൊക്കെ. ഇതൊക്കെ മണ്ണുകൊണ്ടുണ്ടാക്കിയേക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെയും പാത്രമോ കൂജ പോലുള്ള സംഭവങ്ങളാണ് ഒരുക്കിയേക്കുന്നത്. കണ്ടോ, വെള്ളം എടുക്കുന്ന കൂജയാണോ അതുപോലത്തെ ഒരു എന്തൊക്കെയോ സംഭവം. ഇത് നമ്മുടെ മണ്ണിൻ്റെ കൽഭരണി പോലത്തെ വലിയ വെള്ളം നിറച്ചു വെക്കുന്ന ആ സംഭവം. ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. വിദേശികളും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇവിടെയും ഇത് പാത്രത്തിൻ്റെയൊക്കെ പൊട്ടിയ പീസുകളും അങ്ങനെയുള്ളതാണ്. ഇനി ഇതിലേ പോയി നോക്കാവേ, അതിനി എന്തോ ആണെന്ന് അറിയത്തില്ല, നോക്കാം. പഴയ അടുപ്പ് തീയായി. അകത്തോട്ട് കയറി ഇനിയിപ്പോൾ നോക്കാം. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ 2-3 പേര് ഇരിക്കുന്നുണ്ട്, നോക്കാം. ഇതെന്തുവാ? ഇത് ഏലക്കായും ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ പെരുംജീരകം, കടുക്, പിന്നെ കൽക്കണ്ടോ, അങ്ങനെയുള്ള സംഭവം, ഉണ്ടമുളക്, അങ്ങനെയൊക്കെ സംഭവം, സുഗന്ധദ്രവ്യങ്ങൾ. ഇതെന്താ, ഈ കൊച്ചു വരയ്ക്കുക. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ചിത്രം പെയിൻ്റ് ഇത് വരച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെയാണ്. ആ വിൻഡോ ഒക്കെ കണ്ടോ, ഫുള്ള് തടിയുടെ വിൻഡോസും ഒക്കെയാണ്. ബാൽക്കണിയൊക്കെ കണ്ടത് മൊത്തം തടിയുടെ. ഇതിപ്പോഴും വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പറ്റപ്പോയ ബിൽഡിങ്ങുകളൊക്കെ എപ്പോഴും നന്നാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ പുതിയ വിദേശികളെ ഞാൻ ആകർഷിക്കാനായിട്ട് കണ്ടു. ഇതെല്ലാം കടകളൊക്കെ, സൈഡും വഴിയൊക്കെ കടകൾ. ക്യാമറ എടുത്ത് തിരിഞ്ഞുപോയി. ഇതുണ്ട്, ഇത് കടകളൊക്കെയാണ്. ഇത് കണ്ടോ, ഫുള്ള് തടിയാണ്. ഇതൊക്കെ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. പൊതുവേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് ഫുള്ള് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ.